ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നോമ്പൊക്കെ ആയിട്ട് നമ്മൾ തണ്ണിമത്തനൊക്കെ എന്തായാലും വീട്ടിലുണ്ടാവില്ലേ. നോമ്പ് എന്നല്ല, ഈ ചൂട് കാലത്ത് നമ്മൾ എന്തായാലും തണ്ണിമത്തൻ വാങ്ങിക്കും. എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം വെള്ളം നമ്മളെ ശരീരത്തിന് കിട്ടുന്ന ഒരു സാധനമാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ തൊലി വെച്ചിട്ട് എന്നൊരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വെറുതെ നമ്മൾ കളയുന്ന സാധനമാണല്ലോ, പശുക്കൾക്കും ആടുകൾക്കൊക്കെ കൊടുക്കുന്ന സാധനമല്ലേ. ഇന്ന് അത് വെച്ചിട്ട് നമുക്കൊരു വിഭവം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല കേട്ടോ, കൊണ്ടാട്ടമാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നല്ലപോലൊക്കെ ഒന്ന് കഴുകിയെടുത്ത് അതിൻ്റെ ഇത് മഞ്ഞ തണ്ണിമത്തൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ, തൊലിയാണേ. അതേത് തണ്ണിമത്തനായാലും കുഴപ്പമൊന്നുമില്ല. അതൊന്ന് കഴുകി വൃത്തിയാക്കിയതേ ഇങ്ങനെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അരിഞ്ഞെടുത്ത ആ ഒരു തൊലിയിലേക്ക് നമുക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക കേട്ടോ. വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി നമ്മൾ കൊണ്ടാട്ടമൊക്കെ ഉണക്കിയെടുക്കുമല്ലോ, അതേപോലെ ഉണക്കിയെടുക്കേ. ഇതിങ്ങനെ നമുക്ക് ചോറിൽക്കും അല്ലാതെ തന്നെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, നമ്മൾ ഇങ്ങനെ ഈ ഇതൊക്കെ ഉണ്ടാക്കുമല്ലോ, കൊണ്ടാട്ടം എന്നല്ല, കൊണ്ടാട്ടത്തിന് പിന്നെ എരിവുണ്ടാവുമല്ലോ. അല്ലാതെ തന്നെ നമ്മൾ ഈ കയ്പ്പൊക്കെ പൊരിക്കുക ഒക്കെ ചെയ്യില്ലേ, അതുകൊണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കി പൊരിക്കില്ലേ, അതുപോലൊക്കെ ഉണ്ടാവും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് ഉണക്കിയെടുത്തതാണിത്. നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അത് വെളിച്ചെണ്ണയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് എണ്ണയിലിട്ട് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് തീ കുറച്ചിട്ട് കൊടുത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ തണ്ണിമത്തൻ എന്ന് പറയുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ ആ ഒരു ഇതാണല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ലേ. ബൈ ബൈ.